ഹലോ മക്കളെ, നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിൽ 45 മാർക്കിനായിരിക്കും ഡിസ്കോഴ്സസ് നിങ്ങൾ എഴുതേണ്ടി വരിക. അപ്പോൾ ഈ 45 മാർക്ക് കിട്ടണമെങ്കിൽ 80-ൽ നിങ്ങൾ ഡിസ്കോഴ്സിൽ എല്ലാം കറക്റ്റായിട്ട് എഴുതണം. അങ്ങനെയാണ് ഏതൊക്കെ ഡിസ്കോഴ്സ് ആയിരിക്കും നാളത്തെ പരീക്ഷയിൽ വരാൻ ചാൻസ് എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് പേപ്പർ എടുത്ത് വെക്കും. എന്നിട്ട് ഓരോ വർഷവും ഓരോ ഡിസ്കോഴ്സും ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് നോക്കും. എന്നിട്ട് ഈ ഡേറ്റിൻ്റെ ആക്ച്വലി എൻ്റെ സഹായം പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണേൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് ഈ വീഡിയോൻ്റെ അവസാനം വരെ നിങ്ങൾ കാണാം, കാരണം നിങ്ങളെ കൊണ്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നേരം നമുക്ക് നോക്കാം. നെറേറ്റീവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ടൊരു പാറ്റേൺ ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റും 3 ചാപ്റ്ററിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഡേഞ്ചർ, സ്കോളർഷിപ്പ്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് ചാൻസ് ഉള്ള സ്കോളർഷിപ്പിലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ, ഈ 3 ചാപ്റ്റർ എന്താണ് പഠിച്ചു വെക്കുക. സാർ ഇതിൽ ഏതാ പ്രഡിക്ഷൻ? ഞാൻ ഇവിടെ സ്കോളർഷിപ്പ് വരുന്നു പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പോവോ? ഒരു മാറ്റം ഉണ്ടാവില്ല. സ്കോളർഷിപ്പ് മാത്രം പഠിച്ചു പോയിട്ട് സ്കോളർഷിപ്പ് വന്നാൽ നിങ്ങൾ പറയും ഞാൻ ഭയങ്കര അടിപൊളിയാണ്. സ്കോളർഷിപ്പ് മാത്രം പഠിച്ചു പോയി വന്നില്ല നിങ്ങൾ പറയും ഞാൻ പൊട്ടയാണ്. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ അതൊന്നല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു 80% ഈ 3 ചാപ്റ്റർ, 90% ഈ 3 ചാപ്റ്ററിനെ വരുള്ളൂ. ഓക്കെ, ഈ ചാപ്റ്ററിലെ കഥകൾ കൃത്യമായി പഠിച്ചാൽ മതി. ഇത് എവിടുന്നാ പഠിക്കുക? വൈകുന്നേരത്തെ ലൈവിൽ വരിക. ലൈവിൽ വന്നാൽ ഇതിൻ്റെ ഡിസ്കോഴ്സ്, നാരേറ്റീവ് എങ്ങനെ എഴുതണമെന്നും കാണിച്ചു തരാം. ഈ ചാപ്റ്ററിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അത് ലൈവിൽ വന്ന് ഇരുന്നാൽ മതി. പക്ഷേ ഈ 3 ചാപ്റ്ററാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി ടേം 1-ലെയും ടേം 2-ലെയും വേറെ ചാപ്റ്റേഴ്സും ഉണ്ട്, അത് ഫോക്കസ് ചെയ്യേണ്ട. നെറേറ്റീവിൻ്റെ കേസിൽ. റിവ്യൂവിൻ്റെ കേസിൽ അങ്ങനെ പാറ്റേൺ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് വരാമെന്ന് പറയാം. നോട്ടീസ് പിന്നെ ചാപ്റ്റർ അടിസ്ഥാനത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, കാരണം നോട്ടീസിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ. ചാപ്റ്റർ കൂടുതൽ അറിഞ്ഞുകൊണ്ടോ കുറവ് അറിഞ്ഞുകൊണ്ടോ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ചാപ്റ്ററും ബേസിക്കായി അറിഞ്ഞാൽ മതി. കോൺവെർസേഷൻ നമുക്ക് അവിടെ കൃത്യമായിട്ടൊരു പാറ്റേൺ അവിടെ കാണാൻ പറ്റുന്നില്ല. സോ ഏത് ചാപ്റ്ററിൽ നിന്ന് വേണേൽ വരാം. സോ എല്ലാ ചാപ്റ്ററും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ടേം 2 എല്ലാ ചാപ്റ്റർ കേട്ടോ, അല്ലാത്ത ടേം 1-ലെ ചാപ്റ്ററിന് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലായി, ടേം 1 ഒരു ചോദ്യം പണ്ടങ്ങാണ്ടോ ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല. ഡയറി എൻട്രി കൂടുതലും വരുന്നത് സ്കോളർഷിപ്പിനും ഡേഞ്ചറിനുമാണ്. അപ്പോൾ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയും സ്കോളർഷിപ്പും ഒന്ന് നോക്കി വെച്ചോ. അവിടുന്ന് ഡയറി എൻട്രി വരാൻ ചാൻസ് ഉണ്ട്. ആ ഡയറി എൻട്രി എങ്ങനെ എഴുതണം വൈകുന്നേരത്തെ ലൈവിൽ പറഞ്ഞുതരും. ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് മാർത്ത ചേച്ചിയുടെയാണ്. അപ്പോൾ മാർത്ത പഠിച്ചു വെച്ചോ. ഒരു കാരണവശാലും മാർത്ത പഠിക്കാതിരിക്കരുത്. പറ്റുമെങ്കിൽ ജോണും കൂടി പഠിച്ചോ. ജോണും നമ്മൾ ഇന്ന് വൈകുന്നേരം ഡിസ്കസ് ചെയ്യും, മാർത്തയും ഇന്ന് വൈകുന്നേരം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതൽ ചാൻസ് മാർത്ത എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്രഡിക്ഷൻ ഏതാണെന്ന് വെച്ചാൽ പ്രഡിക്ഷൻ മാർത്തയാണ്. അതിൻ്റെ അർത്ഥം മാർത്ത മാത്രം പഠിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല, മാർത്തയും ജോണും കൂടി പഠിച്ചു പോകാം. ഓക്കെ, അതാണ് എപ്പോഴും നല്ല. പിന്നെ സ്പീച്ചിൽ പാറ്റേൺ ഒന്നും കാണുന്നില്ല, വളരെ കഴിഞ്ഞ വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലെറ്റർ സ്കോളർഷിപ്പ് എന്നാണ് എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലെറ്ററിൽ കാണാൻ ഞാൻ പറയാം മെഗാ പ്രഡിക്ഷൻ സ്കോളർഷിപ്പ്, അത്രേ ഉള്ളൂ. സ്കോളർഷിപ്പിൽ നിന്ന് ലെറ്റർ വരാനാണ് ചാൻസ്. എന്ന് വെച്ചിട്ട് നാളെ സ്കോളർഷിപ്പിൽ തന്നെ വരണം നിർബന്ധമില്ല എന്നുള്ളവരെ ഓർമ്മിപ്പിക്കുന്നു. സ്കോളർഷിപ്പിൽ പഠിച്ചു പോകണം, കാരണം ഏറ്റവും കൂടുതൽ ചാൻസ് അതിനാണ്. ചാൻസ് നമുക്ക് പറയാം. പാരഗ്രാഫ്, പ്രൊഫൈലൊന്നും പിന്നെ അതിന് കഥയില്ല. പ്രൊഫൈലൊക്കെ ആരുടെ വന്നാലും ഒരേപോലെ ഇരിക്കുക. അത് എഴുതാൻ പഠിച്ചാൽ മതി, എഴുതാൻ വൈകുന്നേരം പഠിപ്പിച്ചു തരും. വൈകുന്നേരത്തെ ലൈവ് പഠിപ്പിച്ചു തരും. റൈറ്റപ്പിൽ കൂടുതലും ചോദിച്ചിരിക്കുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ പ്രഡിക്ഷൻ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സെക്കൻഡ് ചാൻസ് സ്കോളർഷിപ്പ് ആണ്. പബ്ലിക് എക്സാമും കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ചാൻസ് സ്കോളർഷിപ്പിൽ ചോദിക്കാനാണ്. അപ്പോൾ റൈറ്റപ്പിലെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ എന്താണ് എപ്പോഴും പൈസ അല്ല ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ റൈറ്റപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ AJ ക്രോണിൻ്റെ കൈൻഡ്നെസ്സും കമ്പാഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ റൈറ്റപ്പ് എഴുതാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ എഴുതാമെന്ന് വൈകുന്നേരം പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇന്റർവ്യൂ ഇന്നേ വരെ അടിച്ചിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇന്റർവ്യൂ പഠിച്ചു വെക്കുക. ഇനി അടിച്ച് അല്ലെങ്കിലും എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വൈകുന്നേരത്തെ ലൈവിൽ പറഞ്ഞു. പക്ഷേ അടിച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഞാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ നാളെ അത് ചോദിച്ചാൽ എഴുതി വെക്കുക. ഓക്കെ, ന്യൂസ് റിപ്പോർട്ട് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ വരാനാണ് ചാൻസ്. എന്തിൻ്റെ ന്യൂസ് റിപ്പോർട്ടായിരിക്കും? 2 രീതിയിൽ വരാം. ഒന്ന്, നമ്മുടെ ആ മിസ്റ്റർ ജോൺ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ എങ്ങനെ രക്ഷപ്പെട്ടതിൻ്റെ ഇത് വരാം. രണ്ടാമത്, അദ്ദേഹം എന്താണ് കുറേ ഹെൽപ്പൊക്കെ ചെയ്തത്, ഫിലാന്ത്രപ്പി ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പറയാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ നാളത്തെ പരീക്ഷയ്ക്കുള്ള ഡിസ്കോഴ്സ് പ്രഡിക്ഷൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഡേറ്റ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക. ഓക്കെ, നാരേറ്റീവിന് എന്ത് വരും, റിവ്യൂന്ന് എന്ത് വരും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻ പറയുക. അങ്ങനെ പലരുടെയും പ്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആർക്കും ഗുണമൊന്നുമില്ല, പക്ഷേ ഒരു രസമാണ്. ഓക്കെ, ഇതൊരു രസം മാത്രമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ചില പാറ്റേൺസ് പുറത്ത് വരുന്നുണ്ട്. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാര്യമായിട്ട് ഡിസ്കോഴ്സ് ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിന് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ചോദിക്കുന്ന ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നത് അത്രേ ഇതിൽ പ്രസക്തിയുള്ളൂ. അതിൽ കൂടുതൽ പ്രസക്തി ഒന്നും കാണണ്ട. പഠിക്കാൻ പോകുന്ന വൈകുന്നേരത്തെ ലൈവിലായിരിക്കും. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യും, പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ളതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് സ്ട്രെസ് ചെയ്തായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ നമുക്ക് കാണാം. അടിപൊളിയായിട്ട് പഠിക്കാൻ നോക്കണം. നാളത്തെ പരീക്ഷ നമ്മൾ തകർക്കുന്നതായിരിക്കും. വൈകുന്നേരത്തെ ലൈവിൽ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി വരാം.